രണ്ടാമത്തെ റൂൾ എന്താണ് പറയുന്നത്? റിയാക്ട് ദെൻ ബ്രേക്ക് ദ സോൺ. ഓക്കെ, റിയാക്ട് ചെയ്തിട്ട് ബ്രേക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് കിട്ടും ഫ്ലിപ്പ് സോൺസ്. ഓക്കെ, അതെങ്ങനെയാണ് സ്കീമാറ്റിക് എന്ന് കാണിച്ചു തരാം. നിങ്ങളിപ്പോൾ ചാർട്ട് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ കാണുന്ന ഈ ഒരു ലോജിക്കാണ് സംഭവിക്കാൻ പോകുന്നത്. നമുക്ക് ലെഫ്റ്റിൽ നോക്കാം. ലെഫ്റ്റിൽ എന്ത് സംഭവിച്ചു? സപ്ലൈ ഇൻ കൺട്രോൾ എന്നുള്ളൊരു സിനാരിയാണ് നിങ്ങൾക്ക് കാണാൻ കഴിയുക. ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഡിമാൻഡ് സോൺ ഉണ്ടായിരുന്നു. പ്രൈസ് അവിടെ വന്നു, ആ ഡിമാൻഡ് സോൺ ടച്ച് ചെയ്തു, പ്രൈസ് അവിടെ നിന്ന് റിയാക്ട് ചെയ്തു. റിയാക്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണ്? ബൈ ഓർഡേഴ്സ് ഫില്ല് ചെയ്യുകയാണ് അവിടെ നിന്ന്, അല്ലേ? പ്രൈസ് മുകളിലോട്ട് പോകാൻ തുടങ്ങി. പിന്നെ എന്ത് ചെയ്തു? പ്രൈസ് ആ സോണിനെ ബ്രേക്ക് ചെയ്തു. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? ഓപ്പോസിറ്റ് സൈഡിലൊരു കാരണക്കാരനായിട്ടുള്ള സപ്ലൈ കിട്ടും. അതായത് ഈ ബ്രേക്ക് ക്ലോസ് ചെയ്ത സപ്ലൈ, അതിനാണ് നമ്മൾ ഫ്ലിപ്പ് സോൺ എന്ന് വിളിക്കുക. ഓക്കെ, ഒബിയസ്ലി ഒരു റൂളും കൂടെ ഉണ്ട് ഇതിന്. ഇനീഷ്യൽ റിയാക്ഷന് താഴെ ബോഡി ക്ലോസ് ചെയ്യുക. ഓക്കെ, അങ്ങനെയാണ് പറയുക. ഇനീഷ്യൽ റിയാക്ഷൻ എന്ന് പറയുന്നത് ഇപ്പം നമ്മളൊരു സോണിൽ വന്നിട്ട് ആദ്യമായിട്ട് റിയാക്ട് ചെയ്യുന്ന സ്ഥലം ചിലപ്പോൾ ഒരു വിക്കായിരിക്കും, ചിലപ്പോൾ ഒരു ക്യാൻഡിലിന്റെ ബോഡി ആയിരിക്കും. ആ ഏരിയയ്ക്ക് താഴെ ബോഡി ക്ലോസ് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുക? ഫ്ലിപ്പ് സോൺ കിട്ടുക. നിങ്ങൾക്ക് ഞാൻ എക്സാമ്പിൾ ചാർട്ട് കാണിച്ചു തരാം. ഓക്കെ, ജസ്റ്റ് ലോജിക്ക് നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. അഗൈൻ ഇവിടുത്തെ സിനിയറിയോ റൈറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ ഡിമാൻഡ് കൺട്രോൾ എടുക്കുന്ന രീതിക്കുള്ള ഒരു എക്സാമ്പിളാണ് നിങ്ങൾക്ക് ഇവിടെ സ്കീമാറ്റിക്കലി കാണിച്ചു തരുന്നത്. ഇവിടെ എന്തുണ്ടായിരുന്നു? ഇവിടെ ഒരു സപ്ലൈ സോൺ ഉണ്ടായിരുന്നു. ഓക്കെ, സപ്ലൈ സോണിൽ പ്രൈസ് എത്തി. ഇവിടെ സപ്ലൈ സോൺ റിയാക്ട് ചെയ്യുകയാണ്, അതായത് സപ്ലൈ കൺട്രോൾ എടുക്കുകയാണ്, അല്ലേ? നിങ്ങളിപ്പോൾ ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആദ്യത്തെ വീഡിയോ സംസാരിച്ച പോലെ തന്നെ ഹൂ ഈസ് ഇൻ കൺട്രോൾ? ഇവിടെ ആര് കൺട്രോൾ എടുക്കുന്നു? സപ്ലൈ സോൺ കൺട്രോൾ എടുക്കുകയാണ് ഇവിടെ, റൈറ്റ്? സപ്ലൈ സോൺ കൺട്രോൾ എടുത്തു. അത് കഴിഞ്ഞ് എന്ത് ചെയ്ത് പ്രൈസ് ആ സപ്ലൈ സോണിന് ബ്രേക്ക് ചെയ്യുകയാണ്. അപ്പൊ എന്ത് മനസ്സിലാക്കാൻ നമുക്ക് ഇവിടുന്ന്? ആ സപ്ലൈ സോണിന് ഇനഫ് ആയിട്ടുള്ള സ്ട്രെങ്ത് ഇല്ല. അതുകൊണ്ട് തന്നെ ആര് കൺട്രോൾ ചെയ്തു? ബയേഴ്സ് ആ സോണിന് മുകളിൽ കൺട്രോൾ എടുത്തു. സോ ഡിമാൻഡ് സോണാണ് കൺട്രോളിൽ വന്നത്. ഓക്കെ, ഇങ്ങനെ സംഭവിച്ചുണ്ടാവുന്ന സോണുകൾ, അതായത് ഇങ്ങനെ റിയാക്ട് ചെയ്തിട്ട് സപ്പോസ് റിയാക്ഷൻ കഴിഞ്ഞിട്ട് ബ്രേക്ക് ചെയ്ത് ആ ബ്രേക്ക് കോസ് ചെയ്യുന്ന സോണിനെ നമ്മൾ ഫ്ലിപ്പ് സോൺ എന്ന് വിളിക്കും. ഫ്ലിപ്പ് ചെയ്ത ഡിമാൻഡ് അല്ലെങ്കിൽ ഫ്ലിപ്പ് ചെയ്ത സപ്ലൈ. സോ ഫ്ലിപ്പ് സോൺസ് എന്ന് നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ഇതാണ്. റിയാക്ട് ചെയ്തു, പിന്നെ ബ്രേക്ക് ചെയ്തു, അപ്പൊ കിട്ടും നമുക്ക് മാർക്കറ്റിൽ ഫ്ലിപ്പ് സോൺസ്. സോ ഞാൻ ചാർട്ടിൽ നിങ്ങൾക്ക് ഒരു എക്സാമ്പിൾ കാണിച്ചു. ഓക്കെ, നിങ്ങൾ ചാർട്ടിൽ നോക്കിക്കഴിഞ്ഞാൽ ഞാനിവിടെ ഒരു സപ്ലൈ വരച്ചിട്ടുണ്ടായിരുന്നു. നമുക്കിവിടെ എന്താ പറയുക, റീപ്ലേ ചെയ്തിരുന്നു. ഓക്കെ, സോ ലെറ്റ്സ് സേ ഇവിടെ നമുക്ക് ആദ്യം ആ സപ്ലൈ സോൺ മാത്രമേ ഉണ്ടായിരുന്നു, അല്ലേ? നിങ്ങൾക്ക് ഇവിടെ ഒരു സപ്ലൈ സോൺ കാണാം. സോ പ്രൈസ് ആ സപ്ലൈ സോണിലോട്ട് വരികയാണ്. ഓക്കെ, ഇവിടെ വന്നു. നമുക്ക് കാണാം ഇവിടെ ഓൾറെഡി സപ്ലൈ റിയാക്ഷൻ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ബട്ട് ഇത് ഇനഫ് അല്ല. നമുക്ക് നോക്കാം പ്രൈസ് കൺട്രോൾ എടുക്കുമോ എന്നുള്ളത്. ഓക്കെ, ഈ സെൽ ക്യാൻഡിൽ അല്ലെങ്കിൽ ഈ ഒരു ക്യാൻഡിൽ വന്നതോടുകൂടി നമുക്കറിയാം ഇവിടെ സെല്ല് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. സെല്ലേഴ്സ് ഈ മാർക്കറ്റിൽ വന്നു തുടങ്ങിയിട്ടുണ്ട്, അല്ലേ? സോ കൺഫേം എപ്പോൾ അറിയാം? നമുക്ക് ഇങ്ങനെ ഒരു സെൽ ക്യാൻഡിൽ വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം എന്തായാലും ആരിവിടെ കൺട്രോൾ എടുത്തിട്ടുണ്ട്, നമ്മുടെ സപ്ലൈ കൺട്രോൾ എടുത്തിട്ടുണ്ട്. സെൽ ഓർഡേഴ്സ് ഫിൽ ചെയ്യാൻ തുടങ്ങി. നമ്മുടെ ആക്ച്വൽ എക്സ്പെക്ടേഷൻ എന്താണ്? സെല്ലേഴ്സ് കൺട്രോൾ എടുക്കുകയാണെങ്കിൽ ഓബിയസ്ലി അവർ മാർക്കറ്റിനെ താഴെ കൊണ്ടുപോകണം, അല്ലെ? വീണ്ടും നമ്മൾ സ്ട്രക്ചറിന്റെ ബ്രേക്ക് നടക്കണം, റിപ്പീറ്റ് ആയിട്ടുള്ള ഡൗൺ ട്രെൻഡിന്റെ കൺഫർമേഷൻ അല്ലെങ്കിൽ കണ്ടിന്യൂവേഷൻ നടക്കണം, അല്ലെ? നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇനീഷ്യൽ റിയാക്ഷൻ എന്ന് ഞാൻ മാർക്ക് ചെയ്തിരിക്കുന്ന സ്ഥലം നിങ്ങൾക്ക് കാണാം. ആ വിക്കാണ് ഏറ്റവും ടോപ്പിലെ വിക്കായിരിക്കുമല്ലോ നമ്മൾ സെല് ചെയ്യുക. കാരണം ഹയസ്റ്റ് പ്രൈസിൽ സെല് ചെയ്യണം, അല്ലേ? അപ്പൊ ഏറ്റവും മുകളിലുള്ള വിക്കിലായിരിക്കണം നമ്മൾ ഈ സെല്ല് നടന്നിട്ടുള്ളത്. അതുകൊണ്ടാണ് ഏറ്റവും ടോപ്പിലെ വിക്കിൽ നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്? ഇനീഷ്യൽ റിയാക്ഷൻ ഇട്ടിരിക്കുന്നത്, അല്ലെ? നമുക്ക് നോക്കാം പ്രൈസ് എന്ത് ചെയ്യുന്നുണ്ട്. ഓക്കെ, പ്രൈസിന് രണ്ട് ചോയ്സ് ഉണ്ട്. ഒന്ന് എന്ത് ചെയ്യാം? പ്രൈസിന് താഴോട്ട് തന്നെ കണ്ടിന്യൂ ചെയ്യാം, ഇല്ലെങ്കിൽ പ്രൈസിന് മുകളിലോട്ട് ബ്രേക്ക് ചെയ്യാം. ബ്രേക്ക് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുക? ഫ്ലിപ്പ് സോൺ കിട്ടുക. ഓക്കെ, ലെറ്റ്സ് സീ വാട്ട് ഹാപ്പൻസ്. പ്രൈസ് താഴോട്ട് ഇറങ്ങി, നല്ല രീതിക്ക് ഇറങ്ങി. പക്ഷെ എന്ത് പറ്റിയില്ല? പ്രൈസിന് ബ്രേക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. നമുക്ക് നോക്കാം എന്ത് പറ്റി എന്നുള്ള കാര്യം. ഇനീഷ്യൽ റിയാക്ഷൻ പോയിന്റ് ഇപ്പോഴും വയലേറ്റ് ആയിട്ടില്ല. നമുക്ക് എന്ത് നടന്നാൽ മതി? ഇനീഷ്യൽ റിയാക്ഷന് മുകളിൽ ഒരു ബോഡി ക്ലോസ് നടന്നാൽ നമുക്ക് കിട്ടും ഡിമാൻഡ് സോൺ, അല്ലേ? നമുക്ക് ഫ്ലിപ്പ് സോൺ കിട്ടും. ലെറ്റ്സ് സീ വാട്ട് ഹാപ്പൻസ്. ഓക്കെ, ഇത് ജസ്റ്റ് വിക്ക് ആയിട്ടുള്ളൂ. വിക്ക് ക്ലോസ് ചെയ്താൽ പറ്റത്തില്ല. നമുക്ക് എന്ത് തന്നെ വേണം? ബോഡി ക്ലോസ് തന്നെ വേണം ഇനിഷ്യൽ റിയാക്ഷന് മുകളിൽ, എന്നാൽ മാത്രമേ ഫ്ലിപ്പ് കിട്ടത്തുള്ളൂ. ഓക്കെ, നോട്ട് യെറ്റ്. ഓക്കെ, ഫൈനലി ഈ ക്യാൻഡിൽ എന്ത് ചെയ്തു? ഈ ക്യാൻഡില് നമ്മൾ ആ ഇനീഷ്യൽ റിയാക്ഷന് മുകളിൽ എന്ത് ചെയ്തിട്ടുണ്ട്? ബോഡിയോട് കൂടി തന്നെ ബുള്ളിഷ് ആയിട്ട് തന്നെ ക്ലോസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ നോക്കുക, ഓക്കെ, ഈ സപ്ലൈ സോൺ ഇനി ഇൻവാലിഡ് ആണ്. കാരണം അവിടെ കൺട്രോൾ ഇല്ല. അവിടുത്തെ കൺട്രോൾ പോയി കഴിഞ്ഞു. ഓബിയസ്ലി ഒരു ഡിമാൻഡ് ആയിരിക്കണം കാരണക്കാരൻ ഈ സപ്ലൈക്ക് ബ്രേക്ക് ചെയ്യാൻ. നമ്മൾ എന്ത് ചെയ്യുന്നു? ആ ഇനീഷ്യൽ റിയാക്ഷൻ ബ്രേക്ക് ചെയ്ത പോയിന്റിൽ നിന്ന് തിരിച്ച് നോക്കുമ്പോൾ നമുക്ക് എന്ത് കാണാം? അൺമിറ്റിഗേറ്റഡ് ആയിട്ടുള്ള ഈ ക്യാൻഡിൽ കാണാം. സോ ഇതാണ് നമ്മൾ ഫ്ലിപ്പ് സോൺ. എന്തുകൊണ്ട് ഇതിനെ ഫ്ലിപ്പ് സോൺ എന്ന് വിളിക്കുന്നു?
സപ്ലൈയിൽ വന്നു, പ്രൈസ് റിയാക്ട് ചെയ്തു, പക്ഷെ ആ റിയാക്ഷനെയും ബ്രേക്ക് ചെയ്ത് പോകാൻ കഴിവ് ഉള്ള തക്കം ബൈ ഓർഡേഴ്സ് വന്നത് ഈ ഫ്ലിപ്പ് സോണിൽ നിന്നാണ്. ഓക്കെ, സോ ഇതാണ് ഫ്ലിപ്പ് സോൺ. ഇപ്പൊ നോക്കിയാൽ നമ്മളിപ്പോൾ ഒരു ഡിമാൻഡിന്റെ എക്സാമ്പിൾ ആണിത്. സപ്ലൈയുടെ എക്സാമ്പിൾ എങ്ങനെയായിരിക്കും? സപ്ലൈ നേരെ തിരിച്ചായിരിക്കും. സോ ഞാൻ നമുക്കിതൊന്ന് കളർ മാറ്റാം. നമുക്കിതില്ല മാറ്റാം. സോ ഡിമാൻഡ് സോണിന്റെ രീതിക്കുള്ള എക്സാമ്പിൾ ആണെങ്കിൽ പ്രൈസ് എന്ത് ചെയ്യും? ഇവിടെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഡിമാൻഡ് ഉണ്ടായിരുന്നു, പ്രൈസ് ഡിമാൻഡിൽ വന്നു, പ്രൈസ് റിയാക്ട് ചെയ്യുന്നു അല്ലേ? റിയാക്ട് ചെയ്യാന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഓർഡേഴ്സ് ഫില്ല് ചെയ്യുന്നത് കാണണം. നമുക്കവിടെ ബൈ ഓർഡേഴ്സ് ഫിൽ ആവുന്നത് കാണണം. നമുക്ക് ആ സ്ട്രോങ് ആയിട്ടുള്ള ബുള്ളിഷ് ക്യാൻഡിൽസ് കാണണം. അപ്പോഴാണ് നമുക്ക് മനസ്സിലാവുക ഇവിടെ ഡിമാൻഡ് കൺട്രോൾ എടുത്തു എന്നുള്ള കാര്യം. ഓക്കെ, അപ്പൊ ഡിമാൻഡ് കൺട്രോൾ എടുക്കുന്ന സിറ്റുവേഷൻ ആണെങ്കിൽ ഓബിയസ്ലി ഏതാണ് ഇനീഷ്യൽ റിയാക്ഷൻ ഏരിയ എന്ന് നമ്മൾ നോക്കും. സോ ഇവിടെയാണ് റിയാക്ഷൻ നടന്നത്. അതിന് താഴെ എപ്പോൾ ബോഡി ക്ലോസ് ആവും? കാരണം ഇവിടെ ഇപ്പൊ നമ്മൾ ഡിമാൻഡിനെ പറ്റിയാണ് സംസാരിക്കുക. അപ്പൊ നമുക്ക് എന്ത് ക്യാൻഡിലിന്റെ ക്ലോസ് വേണം? ബെയറിഷ് ക്യാൻഡിൽ തന്നെ ക്ലോസ് ചെയ്യണം, ബോഡിയോടുകൂടി തന്നെ ക്ലോസ് ചെയ്യണം, ഇനിഷ്യൽ റിയാക്ഷൻ സോണിന് താഴെ. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? ഓപ്പോസിറ്റ് ഫ്ലിപ്പ് ചെയ്തൊരു സപ്ലൈ കിട്ടും. സപ്ലൈ ആണ് നമ്മൾ പൊതുവെ റെഡ് കളറിൽ മാർക്ക് ചെയ്യുന്നതും ഡിമാൻഡിനാണ് ഗ്രീൻ കളറിൽ മാർക്ക് ചെയ്യുന്നത് നിങ്ങൾക്ക് അറിയാം അല്ലെ? സോ എന്ത് ചെയ്തു? ഇനീഷ്യൽ ആയിട്ട് റിയാക്ട് ചെയ്ത സ്ഥലത്തിന്റെ താഴെ ബോഡി എപ്പോൾ ക്ലോസ് ആവുന്നോ അപ്പൊ നമുക്ക് എന്ത് കിട്ടും? ഓപ്പോസിറ്റ് സൈഡിൽ നമുക്ക് കാരണക്കാരനായിട്ടുള്ള ആ സോൺ ആര്? ഈ ബ്രേക്കിന് ഇനീഷ്യൽ റിയാക്ഷൻ ബ്രേക്ക് ചെയ്യാൻ ഉണ്ടായ കാരണം ആരാണ്? ഇവിടെ നിന്നാണ് ആ സെല്ലോഡേഴ്സ് എല്ലാം ഫിൽ ചെയ്തത് അല്ലെ? ആ സോണിൽ നിന്നാണ്. സോ ഇതായിരിക്കും നമ്മുടെ ഫ്ലിപ്പ് സപ്ലൈ സോൺ. ഓക്കെ, നിങ്ങൾ എന്ത് ചെയ്യുക? ഇത് ചാർട്ടിൽ പോയി നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കുക. ഓക്കെ, നിങ്ങൾ അപ്പോൾ ഓർത്തിരിക്കേണ്ട പാറ്റേൺ ഇത്രയേ ഉള്ളൂ. ഡിമാൻഡ്, പ്രൈസ് വരുന്നു, ഡിമാൻഡ് കൺട്രോൾ എടുക്കുന്നു, പിന്നെ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? ഫ്ലിപ്പ് സപ്ലൈ കിട്ടും. അതുപോലെ തന്നെ സപ്ലൈ കൺട്രോൾ ഉള്ളൊരവസരത്തിൽ പ്രൈസ് സപ്ലൈയിലോട്ട് വരുന്നു, റിയാക്ട് ചെയ്യുന്നു, പക്ഷേ സസ്റ്റെയിൻ ചെയ്യാൻ കഴിഞ്ഞില്ല. പകരം എന്ത് ചെയ്യുന്നു? ആ റിയാക്ഷൻ പോയിന്റിനെ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കിട്ടും ഫ്ലിപ്പ് ചെയ്ത ഡിമാൻഡ് കിട്ടുന്നതായിരിക്കും. ഓക്കെ, സോ നിങ്ങൾ നോക്കുക ചാർട്ടിൽ പോയിട്ട് ഇത് നിങ്ങൾക്ക് ചാർട്ടിൽ കാണാൻ കഴിയുമോ എന്നുള്ള കാര്യം മനസ്സിലായി. നിങ്ങൾ എന്ത് ചെയ്യുക? വീണ്ടും ഈ വീഡിയോ ഒന്ന് റീവാച്ച് ചെയ്യുക. ഓൾറൈറ്റ് ഗൈസ്.